അപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിനെതിരായിട്ടുള്ള മുൻപേ അവസാനമായിട്ടുള്ള ട്രെയിനിങ് സെഷനാണ് ഇപ്പോൾ പനമ്പള്ളി നഗറിലാണുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, പ്രസ് മീറ്റിൽ വന്നതായിരുന്നു. അപ്പോൾ ഇന്നലെ ട്രെയിനിലായിരുന്നു, മലപ്പുറത്ത് നിന്ന് ഇതുവരെ വന്നുകൊണ്ട് തന്നെ ഉറങ്ങാനൊന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ കുറച്ച് ക്ഷീണത്തിലാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തത്. അതിലൊരു ഉന്മേഷമല്ല, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് ഹാപ്പിയാണ്, കുറച്ചുകൂടി ചായ കുടിച്ചൊന്ന് ദമ്മിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നിവിടെ വന്നപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് അപ്ഡേഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പ്രസ് മീറ്റിൽ കോച്ച് പറഞ്ഞിരുന്നു എല്ലാ താരങ്ങളും കംപ്ലീറ്റ്ലി റിക്കവേർഡ് അല്ല, പരിക്ക് ടീമിനുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇഷാനൊക്കെ പ്രോപ്പറായിട്ട് ടീമിൻ്റെ കൂടെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്നപ്പോൾ ഇഷാൻ ഒന്നും കൂടി ഒറ്റയ്ക്കുള്ള ട്രെയിനിങ് ആണ് നടന്നിരുന്നത്. പക്ഷേ ഇന്ന് വന്നപ്പോൾ ഇഷാനായാലും പ്രബീർദാസ് ആയാലും എല്ലാവരും ടീമിൻ്റെ കൂടെ കറക്റ്റ് വർക്കൗട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ മത്സരത്തിൽ സൂപ്പർ സബ്ബായിട്ടെങ്കിലും ഇഷാൻ ഇറങ്ങും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ പ്രോപ്പറായിട്ടില്ലാത്ത അസ്ഹർ മാത്രമാണ് പരിക്ക് പറ്റിയവരിൽ. ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും ഇന്ന് ട്രെയിനിങ് വന്നിട്ടുണ്ട്. ഐമനാണെങ്കിലും എല്ലാവരും ഇവിടെ ടീമിൻ്റെ കൂടെ ട്രെയിനിങ്ങിനുണ്ട്. ഫ്രെഡിയും എല്ലാവരും ഇബാംബെ എല്ലാവരും ഇന്ന് ട്രെയിനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നാളത്തെ മത്സരത്തിലേക്ക് നമ്മൾ കുറച്ച് കടുപ്പുള്ള മത്സരമായിരിക്കും. കഴിഞ്ഞ മത്സരം വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ മത്സരത്തിൽ ഒന്നുകൂടി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ താരങ്ങളുടെയും അവൈലബിലിറ്റി തന്നെയാണ് ടീമിന് ആവശ്യം. അപ്പോൾ എല്ലാവരെയും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇഷാനൊക്കെ ഭയങ്കര സ്ട്രെങ്ത്തിൽ തന്നെയാണ് ഉള്ളത്. എല്ലാ താരങ്ങളും ഭയങ്കര സ്ട്രെങ്ത്തിലാണുള്ളത്. അപ്പോൾ എന്തായാലും നാളത്തെ മത്സരത്തിൽ പ്രബീറിനെയോ അല്ലെങ്കിൽ ഇഷാന്തിനെയോ ആരെങ്കിലും നമുക്ക് 11 കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ടീമിന് ഏതെങ്കിലും അവസരത്തിൽ അവർ സബ്ബായിട്ടെങ്കിലും നാളെ കളിക്കാൻ ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.